ഓംബുഡ്സ്മാൻ ഉത്തരവ് നടപ്പിലാക്കാത്തവർക്ക് ബജറ്റ് അവതരിപ്പിക്കുവാൻ അവകാശമില്ല. UDF കൌൺസിലർമാർ ഇന്ന് 12:30 ബജറ്റ് ബഹിഷ്കരിച്ച് പ്രതിഷേധ ധർണ നടത്തി. ഈ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അംഗങ്ങൾക്ക് ചർച്ചയ്ക്ക് അവസരം നൽകാതെ ബജറ്റ് പാസാക്കിയതിൽ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഓംബുഡ്സ്മാനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 25/11/2021 ഇറക്കിയ ഉത്തരവിൽ 15-16 ഖണ്ഡികയിൽ ചർച്ച കൂടാതെ ബജറ്റ് പാസാക്കിയത് നഗരസഭാ സെക്രട്ടറിയുടെയും ചെയർമാന്റെയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും അതിന് പിന്താങ്ങിയ അംഗങ്ങളുടെയും നിയമത്തെ പറ്റിയുള്ള അജ്ഞത കൊണ്ടാണെന്നും നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാൻ വൈസ് ചെയർമാൻ അടക്കമുള്ള ബജറ്റ് പാസാക്കിയ അംഗങ്ങൾക്കും മുനിസിപ്പാലിറ്റി നിയമത്തെപ്പറ്റിയും ചട്ടത്തെപ്പറ്റിയും 2 ആഴ്ചത്തെ പരിശീലനം ആവശ്യമാണെന്ന് കാണുന്നതിനാൽ അവരെ പരിശീലനത്തിനയച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് നഗരകാര്യ ജോയിന്റ് ഡയറക്ടറോട് നിർദ്ദേശിച്ച് ഉത്തരവായതാണ്. എന്നാൽ നഗരസഭ 4ാം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയം വരെയും ഈ ഉത്തരവ് നടപ്പിലാക്കാതെ ബജറ്റ് അവതരിപ്പിക്കുവാൻ ഇവർക്ക് ധാർമ്മിക അവകാശമില്ലെന്നും ആയതിനാൽ അംഗീകരിക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാന്റെ 25/11/2021 സുപ്രധാനമായ വിധിയുടെ പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ് ഈ നഗരസഭയിൽ നിന്ന് നടന്നിട്ടുള്ളത്. ഈ നഗരസഭാ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റ് തന്നെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ അംഗങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ നടത്തിയത് നിയമവിരുദ്ധമാണെന്നും ഈ നിയമവിരുദ്ധമായ നടപടികളിലൂടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ചെയർമാനും വൈസ് ചെയർമാനും നഗരസഭാ സെക്രട്ടറിയും ആ ബഡ്ജറ്റിനെ പിന്താങ്ങിയിട്ടുള്ള അംഗങ്ങളും നിലവിലെ കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളും ചട്ടങ്ങളെക്കുറിച്ച് ഒരു ജ്ഞാനവുമില്ലാത്തവരാണെന്നും അതിനാൽ ഈ ആളുകളെ നിർബന്ധമായും 2 ആഴ്ചക്കാലത്തെ പരിശീലനത്തിന് അയച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് നഗരകാര്യ ജോയിന്റ് ഡയറക്ടറോട് 25/11/2021 ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിധി നടപ്പിലാക്കാൻ മേൽപ്പറഞ്ഞ അംഗങ്ങളെ പരിശീലനത്തിനയക്കാൻ നഗരസഭാ ഭരണസമിതിയോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നഗരകാര്യ ജോയിന്റ് ഡയറക്ടറോ നാളിതുവരെ തയ്യാറായിട്ടില്ല. കൌൺസിൽ യോഗത്തിൽ മുതിർന്ന അംഗം VA കരീം ഈ വിഷയം ഉയർത്തിയെങ്കിലും അവഗണിച്ച് ബജറ്റ് അവതരണം തുടർന്നതിനാൽ UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങി. നഗരസഭയ്ക്ക് മുൻപിൽ UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കഴിഞ്ഞ വർഷങ്ങളിൽ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന പദ്ധതികൾ നടപ്പിലാക്കിയില്ലെന്നും ഇത് കൂടിയാലോചനകളില്ലാത്ത തട്ടിക്കൂട്ട് ബഡ്ജറ്റാണെന്നും UDF നേതാക്കൾ ആരോപിച്ചു. ഓംബുഡ്സ്മാൻ വിധി നടപ്പിലാക്കിക്കൊണ്ട് അവർക്ക് 2 ആഴ്ചയോളമാണ് അവർക്ക് പണിഷ്മെന്റ് വിധിച്ചിട്ടുള്ളത്. ഈ നിയമം അവർക്ക് അറിയില്ല എങ്കിൽ, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർമാനും വൈസ് ചെയർമാനും അറിയില്ല എങ്കിൽ ആ നിയമം അവരെ പഠിപ്പിക്കാനാണ് ഈ വിധി കൊണ്ട് കോടതി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധി ഈ 2 ആഴ്ചത്തെ പരിശീലനം ചെയർമാനും ചെയർമാന്റെ കൂട്ടരും അതിന് പോകാതെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ UDFന് വിശ്രമമില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. LDF പ്രകടന പത്രികയിൽ പറഞ്ഞ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ 4ാം വർഷമായിട്ടും നടപ്പിലാക്കിയിട്ടില്ല. വയോജനങ്ങളുടെ പേരിലുണ്ടാക്കിയ കെട്ടിടം ലക്ഷങ്ങളുടെ അഴിമതി നടത്തി വിജിലൻസ് കേസ് അന്വേഷണത്തിലാണ്. ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം 4000 രൂപ നൽകുമെന്ന കഴിഞ്ഞ ബജറ്റ് തീരുമാനം നടപ്പിലാക്കിയില്ല. ഭിന്നശേഷിക്കാർക്കായി പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികൾ ഉൾപ്പെടെ പലതും പാതി വഴിയിലായി. റോഡുകളും തോടുകളും കെട്ടിടങ്ങളും അഴിമതിക്കും കമ്മീഷനും വേണ്ടിയുള്ള ഉപാധിയാക്കി മാറ്റി. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ലംഘിക്കുക എന്ന് പറയുന്നത് തീർത്തും അപലപനീയമായ ഒരു കാര്യമാണ്. അതൊരു കോടതി അലക്ഷ്യ കുറ്റം തന്നെയാണ്. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോടതി അലക്ഷ്യ കുറ്റമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഇവിടെ നടക്കുന്ന നിയമത്തിനോടുള്ള വെല്ലുവിളിയാണ്. ഇങ്ങനെയുള്ള കൊള്ളക്കാരും നിയമം അനുസരിക്കാത്തവരും നടത്തുന്ന ഒരു ബഡ്ജറ്റിന് ഒരു വിലയുമില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഭരണഘടനയുടെ ആമുഖം അച്ചടിച്ചിറക്കി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നവർ ഭരണഘടനയിലെ നീതിയും സമത്വവും നടപ്പിലാക്കാതെ പ്രതിപക്ഷത്തെ മുഖവിലക്കെടുക്കാതെ അവഗണിച്ചാണ് പോകുന്നത്. ഒറ്റനോട്ടത്തിൽ ബഡ്ജറ്റ് നിരാശാജനകമാണ്. പഠിച്ചതിന് ശേഷം കൂടുതൽ പറയുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. UDF മുനിസിപ്പൽ ഭാരവാഹികളായ നാണിക്കുട്ടി കുമ്മഞ്ചേരി, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, കൌൺസിലർമാരായ VA കരീം, ഡെയ്സി ചാക്കോ, റസിയ അള്ളമ്പാടം, സാലി ബിജു,
രാജലക്ഷ്മി, ഷുഹൈബ് മുത്തു, സൈഫുനാന്തി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. SS Gold, pure gold. SS Group, Nilambur.